പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി ആരായിരിക്കും എത്തുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ നിലവിൽ കാത്തിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മാർക്കസ് മെർഗുലാവോയോട് ഒരു ആരാധകൻ ചോദിച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെ പറ്റി വല്ല അപ്ഡേറ്റുകളും ഉണ്ടോ എന്നുള്ളതായിരുന്നു മാർക്കസ് മെർഗുലാവോയുടെ ആരാധകന്റെ ചോദ്യം. എന്നാൽ മാർക്കസ് അതിന് മറുപടിയായി പറഞ്ഞത് ഞായറാഴ്ചത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വരെ കാത്തിരിക്കുക, അത് കഴിയുമ്പോൾ ഒരു അപ്ഡേറ്റ് നൽകുന്നതായിരിക്കും എന്നതായിരുന്നു മാർക്കസ് മെർഗുലാവോ പറഞ്ഞത്. എന്തായാലും ഇന്നാണ് ഞായറാഴ്ച. മാർക്കസ് മെർഗുലാവോ പറഞ്ഞ ദിവസവും ഇന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം വേറെ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരുന്നു. ഹൈദരാബാദ് എഫ് സി വിട്ടുപോയ അവരുടെ പരിശീലകനായിരുന്ന ടാങ് ബോയ് ഷിൻഡോ എന്ന് പറയുന്ന അവരുടെ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ താൽക്കാലിക പരിശീലകനായി കൊണ്ടുവരികയാണ് എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു ഇന്നലെയൊക്കെ പുറത്തേക്ക് വന്നത്. 4 മാസത്തേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്നുമുള്ള ഒരു പരിശീലകനെ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാനായി ഉദ്ദേശിച്ചത്. എന്നാൽ ഈ സീസണിൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കില്ല. അദ്ദേഹത്തിന് മറ്റൊരു ക്ലബ്ബുമായി കരാറുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ സാധിക്കില്ല. അടുത്ത സീസണിൽ മാത്രമേ അദ്ദേഹത്തെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരുന്നത് വരെ ടാങ് ബോയ് ഷിൻഡോയെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി കൊണ്ടുവരും എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു ഇന്നലെയൊക്കെ പുറത്തേക്ക് വന്നത്. 19 സ്റ്റോപ്പേജ് അടക്കം ഈ വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മാർക്കസ് മെർഗുലാവോയോട് വേറൊരു ചോദ്യം ആരാധകൻ ചോദിക്കുകയാണ്. ടാങ് ബോയ് ഷിൻഡോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക പരിശീലകനായി എത്തുമോ എന്നുള്ളതായിരുന്നു മാർക്കസ് മെർഗുലാവോയോടുള്ള ചോദ്യം. അതിന് വേറൊരു പരിശീലകനും വരുമോ എന്നുള്ളതും ആരാധകൻ ചോദിച്ചിരുന്നു. എന്നാൽ ഇതിന് മാർക്കസ് മെർഗുലാവോ ഇന്ന് രാവിലെയോടുകൂടി ഒരു മറുപടി നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഞായറാഴ്ചത്തെ മത്സരം കഴിയട്ടെ, അപ്പോൾ ഞാൻ വെളിപ്പെടുത്താം എന്നതായിരുന്നു മാർക്കസ് മെർഗുലാവോയുടെ മറുപടി എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നടക്കുകയാണ്. ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം 7:30 മുതൽ രാത്രി 9:30 വരെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കഴിയുമ്പോൾ മാർക്കസ് മെർഗുലാവോ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകന്റെ പേര് വെളിപ്പെടുത്തുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്തായാലും ഇന്നത്തെ മത്സരം കഴിയുന്നതോടുകൂടി പേര് വെളിപ്പെടുത്താമെന്നാണ് മാർക്കസ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായുള്ള കാത്തിരിപ്പ് അങ്ങനെ നീളുകയാണ്.